മോൾക്ക് വയ്യാത്തല്ലേ മോളെ, പിന്നെന്തിനെങ്ങനെ പ്രഷർ കൂട്ടുന്നത്? ഞാൻ മടങ്ങി വന്നതേ പഴയ നയനേട്ടാ. ഇനി ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. എന്നുവെച്ച് അഹങ്കാരം പറയൂന്നൊന്നല്ല അച്ഛൻ ഞാൻ പറയുന്നത്. ന്യായമായ കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരിക്കും. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാ അപ്പച്ചി അവരുടെ മോനൊക്കെ ഇവിടെ നിൽക്കുന്നേ? ചേച്ചി പോലും തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ശത്രുക്കളാക്കി. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നന്ദു ഈ വീട്ടിലേക്ക് വരാത്തതിന്റെ പ്രധാന കാരണം അച്ഛനും അമ്മയും തന്നെയാ. അനിയുടെ അമ്മയുടെ എതിർപ്പ് പോലും മുത്തശ്ശനും മുത്തശ്ശിയും കാര്യമാക്കിയില്ലായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതുകൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെ നന്ദുവിന്റെ ബന്ധം വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ആക്ഷേപിച്ചാലോ? പക്ഷെ മോളുടെ അനിയത്തി ഉണ്ടല്ലോ, ആരുടെയും മുഖം ഓർക്കാതെയാ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞത്. അത് വലിയ തെറ്റായി പോയി. അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തെന്നല്ലേ അമ്മ പറയുന്നേ? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത് ആരാ മോളെ? അനാമികയല്ലേ? അവളെ അവളുടെ അച്ഛനെയും അമ്മയും നന്ദുവിനെ നന്നായിട്ട് അറിയാലോ. അങ്ങനെയുള്ളപ്പോ അവരെന്തോ പേപ്പറിൽ എഴുതി കൊടുത്തു പറഞ്ഞ് നന്ദു ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അത് ഈ സമയത്ത് നിശ്ചയം നടന്നിരുന്നെങ്കിൽ അത് പ്രശ്നമാവില്ലായിരുന്നു അമ്മേ. എന്തു പറഞ്ഞാലും ശരി, അവള് കുറച്ച് ഓവറായി മോളെ. അതിന് അവളോട് സംസാരിച്ചേ പറ്റൂ. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മോളെ. ആകെ പേടിയാവുന്നു. ഞാൻ ഇന്നലെയും കൂടി ഗോവിന്ദേട്ടനോട് പറഞ്ഞേയുള്ളൂ, ആ ജോത്സ്യനുണ്ടല്ലോ, അങ്ങേരെപ്പോ കവടി നിരത്തി നോക്കിയാലും പറയുന്നതേ നന്ദുവിന്റെ മനസ്സിലൊരു പയ്യനുണ്ടെന്നും ആ പയ്യനെ മാത്രമേ കെട്ടുള്ളൂന്നാ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പറയുന്നത്? കഴിഞ്ഞ ദിവസം വേറൊരു ജാതകം നോക്കാനായിട്ട് ഞാൻ ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നു. അപ്പോഴും അങ്ങേര് അങ്ങനെ തന്നെയാ പറയുന്നത്. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അനിയെ ഉപദേശിക്കാനോ ശാസിക്കാനോ ഞാൻ നിൽക്കില്ല. ഒരിക്കലും അനിയെ നന്ദുവിനെ ഒന്നിപ്പിക്കാൻ മോള് നിമിത്തമാവരുത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ സത്യസന്ധമായിട്ട് നിന്നിട്ടും കേൾക്കുന്നത് ഇതല്ലേ അച്ഛാ? പിന്നെ എന്തിനാ നമ്മൾ റിസ്ക് എടുത്ത് ഓരോന്നും ചെയ്യുന്നേ? ഇനി അനിയുടെ നന്ദുവിന്റെ വിധി എന്താന്ന് വെച്ചാ അതുപോലെ വരട്ടെ. മോളിനി വഴക്കിനൊന്നും പോവരുത്. ആരോഗ്യം നോക്കണം മോളെ. ഇനി 7 മാസത്തെ ചടങ്ങ് ഉടനെയുണ്ട്. അന്നിനി എന്തൊക്കെ സംസാരം ഉണ്ടാവുന്ന എന്റെ പേടി. അന്ന് നന്ദുവിനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? അവള് വരട്ടെ. അവളുടെ 2 ചേച്ചിമാർ ഇവിടെ ഉണ്ട്. നവ്യേച്ചിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവളെ ഇടയ്ക്കിടയ്ക്ക് കാണണം. എന്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി അവള് വന്നില്ലെങ്കിൽ ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തും. ഇവിടെ അങ്ങനെ ആരും വലിയ ആളൊന്നും ആവണ്ട. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം മോളെ. പരമാവധി വഴക്കുണ്ടാക്കാതിരിക്കാൻ നോക്കണം. വാ കനകേ. ശരി മോളെ.